ആറന്മുള വല്ലന സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന പരാതി ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സാധന സാമഗ്രികൾ എത്തിത്തുടങ്ങി. ക്യാമ്പിൽ നിന്നും തത്സമയം സുജി ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജി, വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ പ്രളയ മുന്നറിയിപ്പ് നൽകുന്നതിലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളിലടക്കം സർക്കാർ അനാസ്ഥ തുടരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏറുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും വിമർശനങ്ങൾ പല ദിക്കുകളിൽ നിന്ന് ഉയരുന്നത്. മാത്രമല്ല, ഇതിൽ അവശ്യ സാധനങ്ങൾ എത്തുന്നതിലടക്കം വൈകി എന്ന ന്യായീകരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അടക്കം ഉയരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മൾ ഇപ്പോൾ വല്ലന ക്യാമ്പിൽ തന്നെയാണുള്ളത്. ഇവിടുത്തെ ക്യാമ്പിൽ താമസിക്കാനോട് ഞാൻ ചോദിക്കാം, ചേട്ടാ, രാവിലെ ഭക്ഷണമൊക്കെ സമയത്ത് കിട്ടുമെന്നോ? രാവിലെ ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ രാവിലെ ഇവിടെ വന്നതാണ്. വന്ന ശേഷം ഇവിടെ ഭയങ്കര ഉച്ചയ്ക്ക് ശേഷമാണ് പറഞ്ഞത്. എല്ലാവരും പട്ടിണിയായിട്ടിരുന്നു. പിന്നെ കുടിവെള്ളം പോലും കിട്ടാനുള്ള കാര്യമില്ല, കുളിക്കാൻ വെള്ളമില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഞങ്ങൾ മിനറൽ വാട്ടർ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുടിക്കാനായിട്ട്. കടയിൽ പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു. അതൊരു അങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടായി ഇവിടെ. ഈ ഡിവൈഫൈയുടെ പ്രവർത്തനം കുടിവെള്ളം കൊണ്ടിരുന്നത് ഡിവൈഫൈക്കാരാണ് ഇപ്പോൾ ഒരു കുറച്ച് മുമ്പ് അങ്ങനെ കുടിവെള്ളം കൊണ്ടിരുന്നത്. ഡിവൈഫൈ പ്രവർത്തകരാണ് അവരാ കൊണ്ട് നമുക്ക് കുടിവെള്ളം എത്തിച്ചു തരുന്നത്. അതുകൊണ്ട് എല്ലാവരും കുടിക്കാനുള്ള വെള്ളം പിന്നെ കുളിക്കാനുള്ള വെള്ളം കിട്ടുന്നത് അവർ വന്ന ശേഷമാണ്. രാവിലെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. നമുക്ക് വാർഡ് മെമ്പറോടെ ചേരുന്നുണ്ട്. മെമ്പറെ, ക്യാമ്പിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു രാവിലെ, പിന്നീട് ഡിവൈഫൈ പ്രവർത്തനമാണ് കുടിവെള്ളമൊക്കെ എത്തിക്കുന്നത്. അതെ, രാവിലെ വെള്ളമില്ലായിരുന്നു, ലൈറ്റ് ഇല്ലായിരുന്നു. വന്ന ജനങ്ങളെല്ലാം ആകെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഒത്തിരി കഴിഞ്ഞപ്പോൾ ഒരു 12 മണി ആയപ്പോഴത്തേക്കാണ് 12 മണി രാവിലെ തൊട്ട് അവരൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. കാരണം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം അവർക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. വെള്ളം ഇല്ലാഞ്ഞതുകൊണ്ട് അവർക്ക് രാവിലത്തെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ രാവിലത്തെ ആഹാരമൊന്നും അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് ചോറും കറിയൊക്കെ വെക്കാൻ വിറകും വെള്ളവും എല്ലാമായിട്ട് എല്ലാം ഇവിടെ എത്തിച്ചത്. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ഡിവൈഎഫ്ഐ പിള്ളേർ വെള്ളം എത്തിക്കുകയും അതുപോലെ തന്നെ വിറക് ഞാൻ ഉൾപ്പെടെ നിന്ന് വിറക് വണ്ടിക്ക് കൊണ്ടുവന്ന് എല്ലാം ശരിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് അവരതിന് ശേഷം 2:30 മണി കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ സഹായം രാവിലെ കിട്ടിയിട്ടില്ല. അപ്പം ഇതുവരെ ഇതുവരെയും കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഷിഗല്ല രോഗം ബാധിച്ച് നമ്മുടെ ഏൽക്കാട് കോളനി ആയപ്പം പോലും MLAയുടെ ഒരു സമീപനം അല്ലെ ആരോഗ്യമന്ത്രിയുടെ പോലും അവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഇപ്പം ക്യാമ്പിൽ വെള്ളം ഇത്രയും വെള്ളം 2018 വെള്ളം പൊങ്ങുന്നതിന് സമാനമായ രീതിയിൽ ഉള്ള ഒരു വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ ഒരു 4:30 കഴിഞ്ഞതിന് ശേഷം MLA ഇവിടെ വന്നു. കാര്യങ്ങൾ ചാനൽ വഴിയൊക്കെ ഉയർന്ന ശേഷം 4:30 കഴിഞ്ഞതിന് ശേഷം MLA ഇവിടെ വന്നു. കുറച്ച് പിന്നെ ബോട്ടിൽ വെള്ളം ഇവിടെ കൊണ്ട് തരുകയും ചെയ്തു. പിന്നെ അതൊന്നും ആകത്തില്ല. പിന്നെ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ പിള്ളേരുടെ നേതൃത്വത്തിൽ ടാങ്കിൽ ഇവിടെ വെള്ളം കൊണ്ടുവന്ന് ഇപ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊണ്ടുവന്ന ടാങ്കാണ്. ആ ടാങ്കിലെ വെള്ളമാണ് കുടിവെള്ളം എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് തന്നെയാണല്ലേ? അത് തന്നെയാണ് ഡിവൈഎഫ്ഐക്കാർ കൊണ്ടുവന്ന വെള്ളമാണ്. അവിടെ പിന്നെ നമ്മുടെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. ആ ടാങ്ക് വൃത്തിയാക്കി എടുത്ത് അതിനകത്തോട്ട് വെള്ളം ശരിക്കും ആ ടാങ്ക് നിറച്ചെടുത്ത് ഇപ്പോൾ ഇപ്പോഴേ സൗകര്യമായി വൈകിട്ടത്തെ ആഹാരത്തിന് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവർ ശരിയാക്കിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങൾ വെള്ളം എത്തിച്ചു? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രളയം ഉണ്ടായ ആദ്യഘട്ടം തന്നെ എന്ത് കാര്യത്തിന് അതീവ തന്നെ ശക്തത നിൽക്കുകയാണ്. ഈ പറഞ്ഞ ക്യാമ്പിൽ തന്നെ ആദ്യം പച്ചക്കറി കിറ്റ് എത്തിച്ചു, പിന്നീട് കുടിവെള്ളം എത്തിച്ചു. ഇപ്പം ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ മഴക്കെടുതി അനുഭവിച്ച പ്രദേശമാണ് ഈക്കാട് നഗർന്നത്. ആ നഗറിൻ്റെ ആദ്യ ഘട്ടം പോലെ ഇന്നലെ രാത്രി മുതൽ വെളുപ്പിനെ വരെ ഡിവൈഎഫ്ഐ യൂത്ത് കൂടി അതീവ സജ്ജമായിരുന്നു. ഇപ്പോൾ പോലും സജ്ജമാണോ? അപ്പോൾ പോലും നമ്മുടെ അബിൻ ബർക്കി MLA എവിടെയാണെന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. വെറും പ്രഹസനത്തിൻ്റെ രീതിയിൽ പോലും കുറച്ച് മുന്നേ 4 ബോട്ട് വെള്ളം തന്നു. എന്നിട്ട് ട്രൗസറിൻ്റെ കീശയെ കൈ വിട്ട് ഒരു പൂക്കി പോലെ 4 ചിരിയും ചിരിച്ചിട്ട് ജനങ്ങളെ ഭരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും വയനാട് വിഷയം തൊട്ട് അബിൻ ബർക്കിയുടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമുക്കറിയാവുന്നത്. ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കുന്ന ഒരു MLA അബിൻ ബർക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടോ, ഡിവൈഎഫ്ഐ ഇപ്പോൾ കുറച്ച് മുന്നേ എത്തിച്ച കുടിവെള്ളമാണ്. ഈ കുടിവെള്ളം ഈ പറയുന്ന ഇവിടുത്തെ അധികൃതരോടും MLAയോടും ചോദിച്ചപ്പോൾ MLA കൈ മലത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ ഫുഡ് പോലും കഴിച്ചില്ല, കുളിക്കാൻ വെള്ളമില്ല, പാചകം ചെയ്യാൻ വെള്ളമില്ല, ഇപ്പം കറണ്ട് പോലും. നിങ്ങൾ നോക്ക്, ഈ വെള്ളം താഴെ മേളിൽ വരെ അടിക്കാൻ മോട്ടർ ചെയ്യുന്ന കണക്ഷൻ പോലും ഇല്ലായിരുന്നു. ഈ ഡിവൈഎഫ്ഐക്കാർ ആ വെള്ളം മേളിൽ നിന്ന് പൈപ്പിലും ബക്കറ്റിലും ചുമന്നാണ് വെള്ളം അത്രത്തോളം ചെയ്തതാണ്. ആ കഞ്ഞി കണ്ടോ? ആ കഞ്ഞി ഞങ്ങൾ ചുമന്നുകൊണ്ട് വെള്ളം കൊണ്ട് വെക്കുകയാണ്. ഇതൊക്കെ MLA കണ്ടാണ്. MLA കണ്ടിട്ട് എല്ലാവരും കണ്ട് ചിരിച്ചുകൊണ്ട് ഒന്നുമില്ല. ഈ പറഞ്ഞ ജനങ്ങൾ MLAയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു മറുപടിയും ഇല്ല. MLA ചിരിച്ചുകൊണ്ട് ഒരു കളിയാക്കുന്ന രീതിയാണ് പറയുന്നത്.
MLA കാര്യം നമുക്ക് കൂടുതൽ ആളുകൾ പ്രസംഗത്തിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ രാവിലെ പോലെ പൊതുപ്രവർത്തനം സജീവമായിട്ടുണ്ടല്ലോ, എന്താണ് അവസ്ഥ? ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ റാന്നി ഉൾപ്പെടെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ വെള്ളം കയറി വരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അധികാരികൾ, പഞ്ചായത്തും വില്ലേജും അധികാരികളായിട്ടുള്ളവർ യാതൊരുവിധ ഇടപെടൽ നടത്തിയിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ താഴ്ന്ന പ്രദേശം ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന എഴിക്കാട് ഉന്നതിയിൽ കേരളത്തിലെ രണ്ടാമത്തെ ഉന്നതിയാണ് എഴിക്കാട് പ്രദേശത്ത് വെള്ളം കയറുമെന്നും അതിനുവേണ്ട മുൻ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി യാതൊരു ഇടപെടലും അധികാരികൾ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആറന്മുള പഞ്ചായത്തും വില്ലേജ് ഓഫീസിലും യാതൊരു ഇടപെടലും അവർ നടത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ക്രമീകരണം ചെയ്യണമെന്ന് അവർക്കറിയത്തില്ലായിരുന്നു. അതേപോലെ ആറന്മുള പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ 3 ക്യാമ്പുകളാണ്. ഒന്ന് ഈ SNDP സ്കൂളും വല്ലന TKMR സ്കൂളുണ്ട്, മണപ്പള്ളി LP സ്കൂളുണ്ട്. ഈ 3 ക്യാമ്പിൽ ആ മണപ്പള്ളി സ്കൂളിലെ ക്യാമ്പിനകത്ത് ഫുഡ് ഉച്ചയ്ക്ക് കിട്ടിയിട്ടില്ല, രാവിലെ ഫുഡ് കിട്ടിയിട്ടില്ല. വല്ലന TKMR അവിടെ രാവിലെ ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ യാതൊരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ രാവിലത്തെ ആഹാരം വെക്കാനുള്ള പാത്രം ക്രമീകരിച്ചിട്ടില്ല. മണപ്പള്ളിയിലാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുവാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് സാധനം എത്തിച്ചു കൊടുക്കുന്നതിനകത്ത് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അങ്ങനെ പൊതുവെ ഇതുപോലെയുള്ള ഈ എഴിക്കാട് പോലെ കേരളത്തിലെ രണ്ടാമത്തെ ഉന്നതിയായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് ഇവിടെ എന്ത് ക്രമീകരണം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടല്ല. പക്ഷേ ആ ക്രമീകരണത്തിനകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിനും ഇവിടുത്തെ MLAക്ക് യാതൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഇവിടെ വിളിച്ചു ചോദിക്കുക, ഇവിടെ വല്ലനയിലെ ഒരു മെമ്പറോട് വിളിച്ചു ചോദിക്കുന്നു, പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള ഇവിടെ MLAയുടെ പേഴ്സണൽ സ്റ്റാഫ് വിളിച്ചു ചോദിക്കും ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ഇത്തരം വലിയ രൂക്ഷമായ വാർത്തകൾ വരുന്നതിന് ശേഷമാണ് MLA ഇവിടെ എത്തുന്നത്. MLA വലിയ കോഴഞ്ചേരിലും ഒക്കെ തന്നെ ബോട്ടിനകത്ത് കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് കറങ്ങിക്കൊണ്ട് അവരെ ഇത് ഫാഷനാക്കി മാറ്റുവാനുള്ള സമീപനം അതിനകത്ത് സ്വീകരിച്ച ഇത്രയും വലിയൊരു ദുരന്തം നടക്കുമ്പോൾ ഇതിനെ ക്രമീകരിക്കുന്നതിനകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിനും ആറന്മുള പഞ്ചായത്തിനും വില്ലേജ് ഓഫീസിനും ആകെ തന്നെ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ രാവിലെ എത്തുമ്പോൾ വലിയ സൗകര്യങ്ങളില്ലായിരുന്നു? ഇല്ല, രാവിലെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വലിയ സൗകര്യമൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ 9 മണിക്കാണ് ഇവിടെ വന്നത്. ആ 9 മണിക്ക് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കറണ്ട് ഇല്ലായിരുന്നു. നേരം വെളുക്കുന്ന വരെ കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ ഭക്ഷണം ഇല്ല, ഭക്ഷണമില്ലായിരുന്നു രാവിലെ ഞങ്ങൾക്ക്. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആഹാരം ഉണ്ടായത്. അവിടെ ഒരു 2 കവർ കൊടുത്തു. എന്നിട്ട് ഒരു കവർ ഞങ്ങൾ 3 കൂട്ടർ ഇവിടെ ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരാൾ നിന്ന് അവർക്ക് ഒരാൾക്ക് കൊടുത്തു ഒരു കവർ ബിസ്ക്കറ്റ്. അപ്പുറത്ത് കൊണ്ടുവന്ന് 2 ബിസ്ക്കറ്റ് കൊടുത്ത് അപ്പുറത്താണ് കൊടുത്തതില്ല. അങ്ങനെ പോയി. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിന് ഞങ്ങളുടെ താമസ സമയത്ത് 60 വയസ്സിന് മേളിൽ പ്രായമുള്ളവർക്കും ഈ കൊച്ചുകുട്ടികൾക്കും ഫുഡ് ക്രമീകരിക്കുന്നതിന് മുൻപായിട്ട് അവർക്ക് കഴിക്കാൻ പിന്നെ ബിസ്ക്കറ്റ് റസ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തരുമായിരുന്നു. പിന്നെ ചായ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ ഒരു 9 മണി 10 മണി ആകുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കുമായിരുന്നു. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇത് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഉച്ച വരെ ഒരു 2:30 കഴിഞ്ഞ് ഞങ്ങൾക്ക് ആഹാരം കിട്ടുമ്പോൾ കൊണ്ടുവന്ന് തന്നത് പാകം ചെയ്തു വരാനായിട്ട് വളരെയധികം താമസം ഉണ്ടായി. പിന്നെ പാത്രങ്ങളില്ല, വെള്ളമില്ല, ഇതെല്ലാം വിറകില്ല, ഇതെല്ലാം ആയി വന്നപ്പോഴേക്കും സമയം ഒത്തിരിയായി. എല്ലാം ഉണ്ടായിരുന്നു മുൻ വർഷങ്ങളിൽ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. വരുന്നത് അതായത് ശരിക്കും നിങ്ങൾ വലിയൊരു ദുരന്തം അനുഭവിച്ചുകൊണ്ടാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഇവിടെ വന്നപ്പോൾ അതിനെക്കാട്ടും വലിയ ദുരന്തമാവുന്ന അവസ്ഥ അല്ലേ? ദുരന്തം. വീടൊക്കെ മുങ്ങിയെന്ന് തോന്നുന്നില്ലേ? ഞങ്ങളാണ് ആദ്യം ഇറങ്ങുന്നത്. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി പോവുകയും ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ ക്യാമ്പുകളിൽ താമസിക്കുമ്പം ചില സാമൂഹ്യ പ്രവർത്തകർ വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ നിങ്ങളെ അടിച്ചിറക്കുമെന്ന് വരെ പറഞ്ഞു. അങ്ങനെയുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ തവണ വന്നപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കുന്നത് DYFIലെ പ്രവർത്തകരാണ് കുടിവെള്ളം കൂട്ടുന്നത് അല്ലേ? ആ കുട്ടികൾ ചെയ്ത നല്ലൊരു കാര്യം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് DYFI പ്രവർത്തകർ കുടിവെള്ളം കൊണ്ടുവന്ന ശേഷമാണ് കാര്യങ്ങൾ എത്തുന്നത്. എനിക്കൊന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പാകിയതും DYFIയുടെ പ്രവർത്തനം തോന്നുന്നു അല്ലേ? നിങ്ങൾ ക്യാമ്പിൽ താമസിക്കുന്നതാണല്ലേ? ക്യാമ്പിലുള്ളവർക്ക് DYFI ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്നില്ലേ? ഇതൊരു മണപ്പള്ളി എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ലായിരുന്നു. അവിടെ വീടുകളിൽ ആളുകൾ വെച്ചിരുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് പൊതി കെട്ടി പെട്ടെന്ന് തന്നെ ആ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുക. കൊച്ചു കുട്ടികളടക്കം അവിടെ കെസന്ന് കരയുക. നിങ്ങൾ ഭക്ഷണം കൊടുത്തു? ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് പൊതിച്ചോറൊക്കെ കൊടുത്ത്. നീർലാം സൈഡിൽ മൊത്തം വെള്ളമായിരുന്നു. അപ്പോൾ നീർലാത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയിരിക്കുന്നത്. അവിടെ എല്ലാം പൊതിച്ചോറ് വീടുകളിൽ കയറി പൊതിച്ചോറ് വാങ്ങിച്ച് ഞങ്ങൾ ഓരോ വീടുകളിൽ കൊടുക്കുമായിരുന്നു. പിന്നെ വെച്ചാൽ ഇവിടെ അബിൻവർക്കി വന്നതെന്ന് വെച്ചാൽ ഇവിടെ അതിനു മുമ്പ് വണ്ടി ഇറച്ച കുപ്പിവെള്ളം വന്നു. പക്ഷേ വെള്ളം ഇറക്കിയില്ല. കാരണം 50 അബിൻവർക്കിയുടെ PR ടീം പോലെ ഒരു 50 പേര് വന്ന് അബിൻവർക്കി വന്നു കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്തു. ഒരു 10 കുപ്പി കൊടുത്തിട്ട് അവരവരുടെ വാരി നോക്കി പോയി
അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പരാതിയാണ് ഉയരുന്നത്. നമുക്ക് ജനങ്ങളുടെ പ്രതികരണം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ അവരുടെ ജീവിതം ദുരിതത്തിലായതുകൊണ്ടാണ് ആളുകൾ ക്യാമ്പിലേക്ക് വന്നത്. എന്നാൽ ക്യാമ്പിൽ വരുമ്പോൾ അതിനെക്കാട്ടും വലിയ ദുരിതത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. അതുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചിരുന്നത്. എന്തായാലും ഈ ആളുകളുടെ അവരുടെ ഒരു ബുദ്ധിമുട്ട്, അവരനുഭവിച്ച ദുരന്തമാണ് അവർ പങ്കുവച്ചത്. ക്യാമ്പിലേക്ക് രാവിലെ ഇന്നലെ വന്നതാണോ? എപ്പോഴാണ് വന്നേ? വലിയ സൗകര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. കരണ്ടുമില്ല, ഒന്നുമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. രാത്രിയിലല്ലേ വന്നേ? ഇല്ല. ഇതാണ് ആളുകൾ പറഞ്ഞത്. ഇന്നലെ രാത്രി വന്നപ്പോൾ പകലില്ലായിരുന്നു. പിന്നീട് MLA എത്തി പ്രഹസനം നടത്തുന്ന ആരോപണം ഉന്നയിക്കുന്നു. എന്തായാലും വലിയ പ്രതിഷേധത്തിനുള്ളിൽ സംസ്ഥാനത്ത് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട സാഹചര്യം എത്തുമ്പോഴാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ക്യാമ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വലിയ പ്രതിഷേധത്തിനിടയാക്കിയ സംഭവമാണ്. സംസ്ഥാനത്ത് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ക്യാമ്പിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്, അവർക്ക് പ്രത്യേക ഭക്ഷണ സൗകര്യമാണ്, കുട്ടികൾക്കും പ്രായമുള്ളവർക്കും പ്രത്യേക സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്യാമ്പിൽ അതൊന്നും കാണുന്നില്ല എന്ന പരാതിയാണ് ഉയർന്നത്. തീർച്ചയായും സുജി, എന്തായാലും പ്രളയം മുന്നറിയിപ്പിലും മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിലും വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന് സംഭവിച്ചത്. അതുതന്നെയാണ് ജനങ്ങളും പറയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ അടക്കം എത്തുന്നവർ, രക്ഷ നേടാനായി എത്തുന്നവർ കൂടുതൽ ദുരിതത്തിലാവുന്ന ഒരു സാഹചര്യമാണ്. സ്ഥലം MLA അബിൻ വർക്കി അടക്കം സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് എത്തുന്നത്. എന്നിട്ട് പോലും ക്രമീകരണങ്ങൾക്കൊന്നും തയ്യാറായില്ല എന്ന വ്യാപക വിമർശനമാണ് ഉയർന്നത്. സുജു ടി ബാബു ആണ് വിവരങ്ങളുമായി ചേർന്നത്.